സംസ്ഥാനം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ CPIM അത് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ വിചിത്രവും അസാധാരണവും അത്ഭുതകരവുമായ പല നയനിലപാടുകളിലേക്കും പോകുന്നത് നാം കാണുന്നു. ഒരു സമുദായ നേതാവിൻ്റെയും തിണ്ണനിറങ്ങാൻ പോകാത്ത പാർട്ടിയാണിത്, അതിൻ്റെ നേതാക്കളാണ് എന്നൊക്കെ ഒരു കാലത്ത് ഉദ്ഘോഷിച്ചവർ ഇന്ന് സമുദായ നേതാക്കളുമായുള്ള ബാന്ധവത്തിന് ധൃതി കാണിക്കുന്നു. അവരോടൊപ്പം സ്റ്റേറ്റുകാരിൽ കറങ്ങുന്നു, അവരുടെ പിന്തുണയിൽ മതിമറക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ ഒരു കാലത്ത് കേരള തൊഗാഡിയ എന്ന് വിളിച്ച CPIMൻ്റെ നേതാവ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം സർക്കാർ വണ്ടിയിൽ കറങ്ങി സൗഹൃദം ഉദ്ഘോഷിക്കുന്നു. മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിലെ ദുരൂഹതകളെല്ലാം അന്വേഷിക്കണമെന്ന നിലപാട് ഒരു കാലത്ത് സ്വീകരിച്ചവർ, അംഗീകരിക്കാനാവാത്ത ആൾ ദൈവം എന്ന് അവരെ വിമർശിച്ചവർ ഇന്ന് അവരെ പോയി കെട്ടിപ്പുണർന്ന് ഉമ്മ കൊടുത്ത് സർക്കാരിൻ്റെ ഔദ്യോഗിക ഉപഹാരം കൈമാറുന്നു. നിശ്ചയമായും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പല മാർഗങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. വിശ്വാസത്തിൻ്റെ നിഷ്കളങ്കമായ ചില സംഗതികൾ അങ്ങനെ എടുത്താൽ മതി. വിശ്വാസികളെയും ബഹുമാനിക്കണമല്ലോ, മറ്റു വിശ്വാസികളെയും ബഹുമാനിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാപ്സ്യൂളുകൾ വിലപ്പോവാതെ വരുന്ന ഘട്ടമാണ് ഇത്. ഒരു ചോദ്യമേ ഇതിനകത്തുള്ളൂ. 10 വർഷം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ സർക്കാർ, അല്ലെങ്കിൽ രണ്ടാമത്തെ 5 വർഷം പൂർത്തിയാക്കുന്ന സർക്കാർ മൂന്നാമത് ഒരു ഭരണം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമാണത്. എന്നു മാത്രവുമല്ല, ഇവിടെ ഒരു സവിശേഷത, ഇനി കേരളത്തിൽ മാത്രമേ ഭരണത്തിൻ്റെ സാധ്യത അവശേഷിക്കുന്നുള്ളൂ. ഇതുകൂടി കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് അധികാരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പല കാരണങ്ങളാൽ ഇവിടെ അധികാരം നിലനിർത്താൻ അവർ നിർബന്ധിതരാകുന്നു. പക്ഷേ അതിന് അവർ പയറ്റുന്ന മാർഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിനൊപ്പം ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന മാർഗങ്ങളാണോ? ഇപ്പോൾ അവരെടുക്കുന്ന ഈ പണികൾ ഇതിനേക്കാൾ വൃത്തിക്കും വെടിപ്പിലും ഇതിനേക്കാൾ ആഴത്തിലും ഉശിരിലും എടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഇന്ത്യയിലുണ്ട്. അതിൻ്റെ പേര് BJP എന്നാണ്. ഇപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ നൈമിഷികമായ നേട്ടം ഇവർക്ക് കിട്ടുമെങ്കിലും ആത്യന്തികമായ നേട്ടം മോദി തന്നെ കൊയ്യില്ലേ? ഏറ്റവും പ്രധാന ചോദ്യം അതുമല്ല. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആളുകളെ ലോക്കപ്പിൽ കൊണ്ടുപോയി ഇടിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഭരണപരാജയം നമ്മുടെ കൺമുൻപിലുണ്ട്. മഞ്ഞക്കുറ്റി ഒരു അനുമതിയും കിട്ടുന്നതിന് മുൻപ് തന്നെ ആളുകളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുമെന്ന് മനുഷ്യരുടെ അന്തസ്സിന് മേൽ മഞ്ഞക്കുറ്റി ഇട്ടുപോയ സർക്കാരിനെ ജനം തെരഞ്ഞെടുപ്പുകളിൽ പാഠം പഠിപ്പിച്ചതാണ്. മറന്നുപോയിട്ടില്ല അത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടിയായി 1,72,00,000 വാങ്ങിയതിൻ്റെ വിശദീകരണം ഇനിയും നൽകാൻ കഴിയാത്ത പാർട്ടിയാണത്. അഴിമതിയുടെ, അതിക്രമത്തിൻ്റെ, ഭരണപരാജയത്തിൻ്റെ വിടവുകൾ മൂടിവെക്കാൻ അയ്യപ്പ സംഗമം സർക്കാരിനെ സഹായിക്കുമോ? അത്ര ചെറുതായാണോ ഈ നാട്ടിലെ വോട്ടർമാരെ ഈ ഭരണകൂടവും പാർട്ടിയും കാണുന്നത്? എങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നവർ, ഏത് പ്രശ്നമുണ്ടെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു മേമ്പൊടി ഇട്ടാൽ, ഒരു നിറപ്പൊടി വാരി തൂകിയാൽ അതിൽ വീണുപോകുന്നവരാണ് വിശ്വാസികൾ. അതിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ് ഭൂരിപക്ഷ സമുദായാംഗങ്ങൾ എന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടോ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ അനിൽ അക്കര, കോൺഗ്രസിൽ നിന്നും, CPIM സഹയാത്രികൻ ശ്രീ റിജു ലൂക്കോസ്, MN കാരശ്ശേരി സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീ മുഹമ്മദ് ഹനീഫ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ റിജു ലൂക്കോസ്, ഇപ്പോൾ CPIM കൈക്കൊള്ളുന്ന ഈ നടപടികൾ അസാധാരണമാണ് എന്ന് ഉറച്ചു മനസ്സിലാക്കുന്നു. അതിന്മേലൊരു തുടക്കത്തിലെ തർക്കത്തിനില്ല. ഈ നടപടികളൊക്കെ എന്തുമാത്രം ഒരു ഭരണ തുടർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് CPIM കണക്ക് കൂട്ടുന്നുണ്ടാവുക? അത് നിഷാദ് ഒറ്റ മറുപടിയേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും, വിശ്വാസമുള്ളവരും ഇല്ലാത്തവരെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷം നേടിയെടുത്ത നേട്ടങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നവർ, സുരക്ഷിത കേരളത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ഓപ്ഷനില്ല അവർക്ക്. അവരതുകൊണ്ട് ഈ സർക്കാരിനോടൊപ്പം, ഈ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. നിങ്ങൾ മാറിപ്പോയെന്ന് പറയേണ്ട കാര്യം ജനാധിപത്യത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുണ്ടോ? നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കൂ. യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്രയോ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്. അവിടെ എല്ലാ വിശ്വാസമുള്ളവരോട് ഇല്ലാത്തവരെയൊക്കെ ചേർത്ത് പിടിച്ചാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തിൽ മാത്രം എന്താ പ്രത്യേകത ഇരിക്കുന്നത്? ഇപ്പം നിഷാദിൻ്റെ ചോദ്യത്തിൻ്റെ മുൾമുന എനിക്ക് മനസ്സിലായി. ഇവിടെ ഏതെങ്കിലും ഒരു സമുദായ നേതാവിനോട് പോയി വിരക്തി പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അനുകൂലമായി പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ അവരെല്ലാം സ്വയം 27ഓളം സമുദായ സംഘടനകൾ, ചെറുതും വലുതുമായ സമുദായ സംഘടനകൾ അവിടെ എത്തുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതൊരു വലിയ വിജയമായി മാറി. അതെന്തിനാ? കേരളത്തിന് മതേതര ഭാവം ലോകത്തോടൊപ്പം ലോകത്തിനോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമായിരുന്നു. അത് വൻ രീതിയിൽ വിജയിച്ചു. അതിനുശേഷം ഇവരെ ഇളക്കി മറിച്ചിരിക്കുന്ന, ഇവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, അങ്ങ് ബന്ധത്ത് പെരുമാറുന്ന കാലം മുതലുള്ള ഒരു നയമുണ്ട്. അതിന്ന് ബഹുമാനപ്പെട്ട സുഭാരതന് പറഞ്ഞു, ഞങ്ങൾ എക്കാലത്തും ഒരു നയമേ എടുത്തിട്ടുള്ളൂ.
ഞങ്ങൾ ശരിയുടെ ദൂരത്തിലേക്ക് ഞങ്ങൾ വന്നു, ശരിയുടെ ദശയിലേക്ക് ഞങ്ങൾ വന്നു. കാരണം എന്തുകൊണ്ടാണ്? കോൺഗ്രസിനെയും BJP-യെയും അഴിപ്പിക്കാൻ കൊള്ളത്തില്ല. ഈ രണ്ട് പാർട്ടികളും ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ പടി കയറേണ്ടെന്ന് ഇന്നതേ അസംഗീതായിട്ട് പറഞ്ഞു. NSSന്റെ സമുദായത്തിൽപ്പെട്ട ജനങ്ങളും ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഉൾപ്പെട്ടവരല്ലേ. അവർക്ക് ഈ ഗവൺമെൻറ്റിനോട് താല്പര്യം വന്നു. ഒരു ഗവൺമെൻറ് ജനാധിപത്യം നിലകൊള്ളുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം നോക്കിക്കൊണ്ടല്ലേ. അതിന് നിങ്ങളെന്തിനാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ് നിർവചനങ്ങൾ കൊടുക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ ഒരു വിഭാഗത്തിന് അകറ്റി നിർത്തണം, മറ്റൊരു വിഭാഗത്തിന് അടുപ്പിച്ച് നിർത്തണം എന്നുള്ളതാണോ? അതെന്തായാലും LDFന്റെ ഭാഗത്ത് നടക്കത്തില്ല, CPM-ന്റെ ഭാഗത്ത് നടക്കത്തില്ല, ഈ ഗവൺമെൻറ് ഭാഗത്ത് നടക്കത്തില്ല. ഈ ഗവൺമെൻറ് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഗവൺമെൻറ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കുറേ മാധ്യമങ്ങൾ, കുറേ മറ്റുള്ള ചില പ്രതിപക്ഷ കക്ഷികളും കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഇവരെയൊക്കെ ഒരു കുടക്കീഴി കൊണ്ടുവരാനായിട്ട് ഈ സർക്കാരിന് സാധിച്ചത്. അതിനൊരു വലിയൊരു ഇൻഡിക്കേഷൻ അല്ലേ? സുകുമാരൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി, ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ ഉറച്ച ശബ്ദത്തിൻ്റെ ഉടമയാണ് കേരളത്തിലെ സമുദായ നേതൃത്വങ്ങളിൽ. അദ്ദേഹം പല അഭിപ്രായങ്ങളും പല കാര്യത്തും പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ചാഞ്ചാട്ടൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഞാനതിനെ അഭിമുഖം നടത്തിയിട്ടുള്ള ഒരു അമേരിക്കൻ മലയാള മാധ്യമത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി മുഴുവൻ താലൂക്കിലെയും അവരുടെ അംഗങ്ങളെ വിളിച്ചു ചേർത്ത് അവർ ഒറ്റക്കെട്ടായിട്ടെടുത്തൊരു തീരുമാനമാണ് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുക, ശരി ദൂരം മാറ്റി ശരി ദൂരത്തോടൊപ്പം നിൽക്കുക. സമദൂരം എന്ന് പറയുന്നത് അന്ന് അവർ മാറി. കാരണം ആ ശരിയുടെ പക്ഷം ഇടതുപക്ഷം അത് അവർക്ക് ബോധ്യമായി. അദ്ദേഹത്തിനോടൊന്ന് നിങ്ങളുടെ മാധ്യമപ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനോടൊരു കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതെന്താ അറിയോ? പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ, ഞങ്ങളുടെ കാര്യത്തൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഏതെങ്കിലും കൂലിക്കാരെ കൊണ്ട് എവിടെയെങ്കിലും 3-4 ബാനർ കെട്ടി NSSന്റെ തീരുമാനത്തെ അട്ടിമറിക്കാന്നൊക്കെ പറഞ്ഞത് കേരളത്തിൽ നടക്കത്തില്ല. അവർ സ്വയം തീരുമാനിച്ചതാ. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങളൊക്കെ പല കഥകളും രചിക്കുന്നുണ്ട്. ഒരു വാഗ്ദാനവും ഇല്ല. അവർ ശരിയുടെ പക്ഷത്ത് വന്നു. ആ സമുദായത്തിന് അങ്ങനെ ഒരു ചിന്ത ഉടലെടുത്തു. അതെന്തുകൊണ്ടാണ്? 9.5 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളെ കൈകോർത്ത് നെഞ്ചോട് ചേർത്ത് പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള സാമാന്യ ബുദ്ധിയാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അത് തന്നെയാണോ? ഇവിടെ അമൃതാനന്ദമയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അമൃതാനന്ദമയുടെ അടുത്ത് പോയിട്ട് അമൃതാനന്ദമയെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ സുകുമാരൻ നായരുടെ കാര്യം പറഞ്ഞു, വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും അത് തന്നെയാണോ? ഉറച്ച ശബ്ദമാണോ കേരളത്തിന്റെ സർക്കാരിന്റെ മതനിരപേക്ഷ പുരോഗമന വികസന നിലപാട് കണ്ടു വന്നതാണോ അദ്ദേഹവും? അല്ല, അതിനെനിക്ക് വ്യക്തമായ നിരീക്ഷണമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി വേദി വരെയുള്ള ഏതാണ്ട് 100 മീറ്റർ അദ്ദേഹം കയറ്റുന്നുള്ള അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പോരുന്നോന്ന് ചോദിച്ചു. കേരളത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്ന ആളുകളെ ഈ വണ്ടിയെ കയറാൻ പറ്റുമെന്ന് പറയാൻ പറ്റും? ഉമ്മൻചാണ്ടിയുടെ കാര്യത്ത് വണ്ടി തിങ്ങിയ ആളായിരുന്നു, അത് നിങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പക്ഷം ശരിയോ തെറ്റോ എന്നൊന്നും എന്നോട് ചോദിക്കണ്ട. ചോദിക്കുന്നതാണ് അദ്ദേഹത്തെ കാറിൽ കയറ്റിയതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ അദ്ദേഹത്തെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ പട്ടികയിൽ പെടുത്തി കണ്ടു. അപ്പൊ ഈ സർക്കാരിനെയും സർക്കാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയത്തെയും പിന്തുണയ്ക്കാൻ വന്നിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് കാണുന്നുണ്ടോ? അല്ല, അതിനെന്താ സംശയം? വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയല്ലല്ലോ. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനമാണ്. SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ശ്രീനാരായണ ഗുരു ദർശനങ്ങളുടെ ആശയത്തെയാണോ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്? SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ, ശ്രീനാരായണ ഗുരുവിന്റെ വലിയ ആശയങ്ങളെയാണോ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്? അല്ല, അതിൽ അദ്ദേഹത്തിന്റെ പല നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനത് മീഡിയ വൺ ചാനലിൽ തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ്. നിലപാട് മാറ്റുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ പല നിലപാടുകൾ എന്ന് വെച്ചാൽ അദ്ദേഹം വർത്തമാനം പറയുമ്പോൾ പല നിലപാടുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം വർത്തമാനം പറയുമ്പോൾ നാക്ക് തെറ്റിപ്പോകുന്ന കഥയല്ലോ നമ്മൾ പറയുന്നത്. അദ്ദേഹം SNDP യോഗം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഈഴവ സമുദായ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. ഭാരതീയ ധർമ്മ ജനസേന എന്ന ആ പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കുന്ന അദ്ദേഹമാണ്. അതിൻ്റെ കൊടിയെടുത്ത് കൊടുക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം എന്നിട്ട് ആ പാർട്ടിയെ BJPക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം LDFന്റെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതൊന്ന് വിശദീകരിക്കാമോ? അല്ല, അതിനകത്ത് പ്രത്യേക വിശദീകരണത്തിന് ആവശ്യമില്ല. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നിഷാദിനും എനിക്ക് ഈ പാനലുള്ളവർക്ക് എല്ലാവരും അവബോധമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധീകരിക്കുന്നത് SNDP യോഗം. SNDP യോഗത്തിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോഗം വെള്ളാപ്പള്ളി നടേശൻ ഇതിനകത്ത് പങ്കെടുത്തതിനെ കുറിച്ച് നിഷേധപരമായിട്ടുള്ള സമീപനം എടുത്തിട്ടുണ്ടോ? SNDP യോഗത്തെ കുറിച്ചും അതിന്റെ ബ്രാഞ്ചിനെ കുറിച്ച്, താലൂക്കിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, ഭാരതീയ ധർമ്മ ജനസേന. ആ പാർട്ടി ഉണ്ടാക്കിയതും ആ പേര് പ്രഖ്യാപിക്കുന്നതും കൊടിയെടുത്തു കൊടുക്കുന്നതും അദ്ദേഹമാണ്. എന്നിട്ട് അദ്ദേഹം ആ പാർട്ടിയെ BJPക്ക് വിറ്റു. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിക്കുന്നു, LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വൈരുദ്ധ്യം ഒന്ന് വിശദീകരിക്കാമെന്ന് ഞാൻ ചോദിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുക. 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു പാർട്ടിയാണ് BDJS എന്ന് പറയുന്ന പാർട്ടി. അദ്ദേഹത്തിന്റെ മകനാണ് അതിന്റെ ചെയർമാൻ. അത് NDAക്കൊപ്പം ചേർന്നു. കേരളത്തിൽ ആദ്യഘട്ടങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ടൊരു പ്രകടനം നയിച്ചു.
പിന്നെ ആ പാർട്ടിക്ക് തെറ്റുകൾ ബോധ്യപ്പെട്ടിട്ടുണ്ടായി. ഇവിടെ ഏതെല്ലാം രാഷ്ട്രീയ കക്ഷികളെ കുറ്റങ്ങൾ തെറ്റുകൾ ബോധ്യപ്പെട്ടുകൊണ്ട് എന്നിട്ട് ആ പാർട്ടി എൻഡിഎയിൽ ഇറങ്ങിയോ? തിരിച്ചു വന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നിട്ട് ആ പാർട്ടി എൻഡിഎയിൽ ഇറങ്ങിയോ? ആ പാർട്ടിക്ക് വേണ്ടി എൻഡിഎയിൽ നിന്ന് ആ പാർട്ടി ഇറങ്ങിയില്ലെന്ന് മാത്രമല്ല, ആ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിന് വേരാഴം കിട്ടാൻ വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയത നമ്മുടെ എല്ലാം സ്മൃതിയിലുണ്ട്. ഇപ്പോഴും വെള്ളാപ്പള്ളി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളി ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല, നൗഷാദിന്റെ കാര്യത്തിലൊക്കെ ഞാനൊക്കെ ശക്തമായ നിലപാടത്തിലുള്ളത്, നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത്, അതൊക്കെ എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ അതല്ല ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. SNDP യോഗത്തിന്റെ പ്രസിഡന്റായിട്ട് വെള്ളാപ്പള്ളി നടേശൻ 30 വർഷമായിട്ട് തുടരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ നിന്നോ SNDPയുടെ പ്രവർത്തകരിൽ നിന്നോ ഇതുവരെ ഇത് ഈ പിന്നെ അയ്യപ്പ ആഗോള സംഗമത്തിൽ പങ്കെടുത്തതിനെ കുറിച്ചോ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറിയതിനെ കുറിച്ചോ അവരുടെ ഒരു ശാഖയിൽ നിന്നും ഒരു എതിരഭിപ്രായം ഇല്ല. ഞങ്ങൾ നോക്കുന്നത് ആ സംഘടനയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്, ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് തെറ്റുണ്ടായപ്പോഴേ ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ വെള്ളാപ്പള്ളി താങ്കൾ ചെയ്യുന്ന തെറ്റാണ്. വെള്ളാപ്പള്ളി താങ്കളല്ല SNDP, വെള്ളാപ്പള്ളി താങ്കളല്ല ഗുരുവിന്റെ വിശ്വാസധാരയുടെ ആൾ എന്ന് പറയാൻ ആംബിയർ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു CPM-ന്. ഈ വെള്ളാപ്പള്ളിയെ അങ്ങോട്ട് മാറ്റി നിർത്തി വിമർശിച്ചിട്ടുണ്ട് കൊണ്ടാണ് VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ചത്. VS അച്യുതാനന്ദനെ ഒരു വോട്ട് കുറഞ്ഞിട്ടില്ല, ജനവിശ്വാസത്തിന്റെ ഒരു കുറവുണ്ടായില്ല. അദ്ദേഹം മരിച്ചു പോയപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവിൽ കാത്തു നിന്നു VS-നെ കാണാൻ. വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ VS-ന് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ VS പോയപ്പോൾ വെള്ളാപ്പള്ളി ഇല്ലെങ്കിൽ ഈഴവ സമുദായം ഇല്ല എന്ന മട്ടിലാണ് CPM കാര്യങ്ങളെ കാണുന്നത്. ആ വ്യതിയാനം വിശദീകരിക്കാമോ? അല്ല, അതിന് നിങ്ങൾ ബഹുമാനപ്പെട്ട VS-നെ മാത്രം എന്തിനാണ് നിങ്ങൾ അതിനകത്ത് കോട്ട് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രശസ്തമായൊരു കമന്റ് ഉണ്ട്. എന്താ പറഞ്ഞത്? മാൻഹോളിൽ നൗഷാദ് എന്ന് പറഞ്ഞത് മനുഷ്യസ്നേഹി മരണമടഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പിണറായി വിജയൻ ശക്തമായ മറുപടി കൊടുത്തില്ലേ? കേരള തൊഗാഡിയ എന്നാണ് അന്ന് വിളിച്ചത്. അന്ന് കേരള തൊഗാഡിയ എന്ന് വിളിച്ചതിന് ശേഷവും CPM ഈ നാട്ടിൽ ഒലിച്ചു പോയില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തിനാണ് ഈ കെട്ടിപ്പിടിക്കുന്നത്? അന്നില്ലാത്ത ഭയപ്പാട് ഇപ്പോ എന്തിനാണ്? ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ മൈക്രോ ഫിനാൻസിന്റെ പേരിൽ പാവപ്പെട്ട ഈഴവരെ കൊള്ളയടിച്ച ആളാണെന്ന് തെളിവുകൾ കേരളത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നില്ലേ VS അച്യുതാനന്ദൻ? ഇന്നിതാ പിണറായി വിജയൻ വാഴ്ത്തെഴുതി കൊടുക്കുന്നു, ഈഴവരെ സാമ്പത്തികമായി ശാക്തീകരിച്ച ആളാണ് വെള്ളാപ്പള്ളി എന്ന്. വ്യാജം പറഞ്ഞും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി മറിച്ചേ പറ്റൂ എന്ന ശാഠ്യം എന്തിനാണ്? അത് പറയാമോ? അല്ല, നിഷാദ് എന്തിനാണ് അതിനകത്ത് വിഷമിക്കുന്നത്? കഴിഞ്ഞ 30 വർഷമായിട്ട് ആ പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും നീവരമായ കോടതിയിൽ പോയിട്ടുണ്ട്? അദ്ദേഹത്തിന് ആ പാർട്ടി ആ സംഘടന തിരഞ്ഞെടുക്കുന്നു, അത് ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. SNDP യോഗത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്ന CPM അല്ലല്ലോ, അത് SNDP യോഗത്തിന്റെ പ്രവർത്തകരില്ല. അവർ തെരഞ്ഞെടുക്കുന്നതിന് ഞങ്ങൾക്ക് എന്ത് കുറ്റം പറയാൻ പറ്റും? അങ്ങനെ ഒരുപാട് സംഘടനകളും അതിനെല്ലാം തലപ്പത്ത് ദീർഘകാലമായി ഇരിക്കുന്ന ആളുകളുണ്ട്. അല്ല, അങ്ങനെ ഒരുപാട് സംഘടനകളും അതിനെല്ലാം തലപ്പത്ത് ദീർഘകാലമായി ഇരിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ സംഘടനയുടെ തലപ്പത്ത് ദീർഘകാലം ഇരിക്കുന്നു എന്നതുകൊണ്ട് അവർ ചെയ്യുന്ന മറ്റെല്ലാം അന്യായങ്ങളും അപ്രസക്തമായി പോകും, റദ്ദായി പോകും എന്നതാണോ CPM-ന്റെ ലൈൻ? ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ നിശ്ചയമായും ഒരു ആദരം അർഹിക്കുന്നു, അതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല എന്ന നില എക്കാലത്തും വെള്ളാപ്പള്ളിയിൽ എടുത്തിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ എടുക്കുന്ന പറയാൻ നമുക്കറിയാം, മോദി റജീം 10 വർഷം പൂർത്തിയാക്കിയ കാലമാണ്. എന്താണ് ഇന്ത്യയിലെ സാഹചര്യം നമുക്കറിയാം. ആ സാഹചര്യത്തിന് ഒപ്പിച്ചൊന്ന് പയറ്റിക്കളയാം എന്ന് വിചാരിക്കുകയല്ലേ റജി ലൂക്കോസ് നിങ്ങൾ? അത് ആർക്കാ മനസ്സിലാവാത്തത്? അത് നിങ്ങളുടെ ഒരു വക്രീകരണമാണ്. കാരണം എന്താ അറിയോ, കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കാത്ത സംഘടനകളും നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും ഒക്കെ ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നു. ആ ചേരുന്നതിന് കാരണം എന്താണ്? നിങ്ങളത് വർഗീയത കാണാതെ അത് കേരളത്തിന്റെ സുരക്ഷതയ്ക്കും ഭാവി കേരളത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഈ ഒരു പ്രസ്ഥാനമല്ലാതെ അടിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെയോ BJPയോടൊപ്പം ചേരുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായി വസ്തുതാവിരുദ്ധതകളെ പറയുക, തെറ്റു പറഞ്ഞുകൊണ്ട് വ്യാജം പറഞ്ഞുകൊണ്ട് മനുഷ്യരെ വർഗീയമായി വിഭജിക്കുക. അല്ല, വ്യാജം പറഞ്ഞുകൊണ്ട് മനുഷ്യരെ വർഗീയമായി വിഭജിക്കാൻ പണിയെടുക്കുന്ന കുറെ ആളുകൾ, അവരെ നിങ്ങൾ ചേർത്ത് പിടിച്ച് നിങ്ങൾ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾക്ക് സ്വയം പറഞ്ഞിരിക്കാം. കാന്തപുരമാണ് സർക്കാരിനെ നയിക്കുന്നതെന്ന് കള്ളം പറഞ്ഞല്ലോ. സർക്കാരിനെ കുറിച്ച് പറഞ്ഞ നുണയെ ഡിഫെൻഡ് ചെയ്യാൻ, തടുക്കാൻ, അതിനെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഞാൻ വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞു. ആ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഭാവി സുരക്ഷ കേരളത്തിന്റെ RSSന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ പോലീസുകാരനെ വിശേഷാൽ പ്രിയപ്പെട്ടവനാക്കി വെച്ചുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ
കേൾക്കാം, അത് കേൾക്കാം. അത് ഞാൻ വരുന്നു താങ്കളിലേക്ക്. അല്ല, അനിൽ അക്കര, നോക്കൂ, സമുദായ നേതാക്കൾ ഒന്നടങ്കം LDFന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ 11ാം മണിക്കൂറിൽ. എന്ന് വെച്ചാൽ മൂന്നാം ഭരണത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നിങ്ങൾ കേരളത്തിൽ അപ്രസക്തമാകുന്നത് കാണാൻ കാത്തിരിക്കുന്ന പല ശക്തികൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും ചിരിക്കുന്ന ഒരു പ്രത്യേക മുഹൂർത്തമാണോ അനിൽ അക്കര ഇത്? അതിനകത്ത് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് BJP ആണ്. ആ കക്ഷിയോടൊപ്പം ചേരുന്ന ആളുകളൊക്കെ സ്വാഭാവികമായും കോൺഗ്രസ് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് ഇല്ലാതായാൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ മതനിരപേക്ഷത പൂർണ്ണമായി തകരും എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. വർഗീയ സ്വഭാവത്തിലുള്ള ആളുകളും അധികാരത്തിനോടുള്ള താല്പര്യമുള്ള ആളുകളും കോൺഗ്രസ് ഇല്ലാതാകാൻ ശ്രമിക്കും, രാഹുൽ ഗാന്ധി ഇല്ലാതാകാൻ ശ്രമിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പടിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി വിജയൻ. ഞാൻ ആ വിഷയത്തിലേക്കല്ല കടന്നു വരുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് NSSൻ്റെയും അല്ലെങ്കിൽ SNDPയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെയാണ്. സ്വാഭാവികമായും അവർ ചെന്നെത്തുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അവസാനം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ്. ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ SNDPയുടെ നിലപാട് നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നടന്ന തൃക്കാക്കര തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പാലക്കാട് എത്ര വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്? പുതുപ്പള്ളിയിൽ എത്ര വോട്ടിനാണ് ജയിച്ചത്? തൃക്കാക്കരയിൽ എത്ര വോട്ടിനാണ്? അതൊക്കെ സിറ്റിംഗ് സീറ്റുകളാണെന്ന് പറയാം. പക്ഷേ നിലമ്പൂരിൽ ഞങ്ങൾ എത്ര വോട്ടിനാണ് ജയിച്ചത്? 10,000-ൽ കൂടുതൽ വോട്ട് ഞങ്ങൾ ജയിച്ചില്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു നിലപാട് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഒരു ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത് വർഗീയ ശക്തികൾ ഒരു ഭാഗത്ത് ഒരുമിക്കുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിനോട് ചേർന്നുള്ള മതേതര സ്വഭാവമുള്ള ഒരു വിഭാഗം ആളുകൾ ഇതിനൊരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം SIRുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ ഇതേവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ കാരണവും നമുക്കറിയാം. അപ്പോൾ പിണറായി വിജയൻ എന്താണ് ആഗ്രഹിക്കുന്നത്? പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് 2 പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള ഒരു ഹ്രസ്വകാല പദ്ധതി എന്നുള്ളത് തൻ്റെ ഭരണവും തൻ്റെ കുടുംബവും സുരക്ഷിതമായിരിക്കണം, ഇന്ത്യയിൽ മോഡി ഗവൺമെൻറ്റിനകത്ത് സുരക്ഷിതമായിരിക്കണം എന്നൊരു ഗെയിം അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ രാജ്യത്ത് അമിത്ഷാ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിൻ്റെ ഒരു ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള LDFനകത്ത് അത്തരത്തിൽ നേതാക്കന്മാരില്ല. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്ന നിഷാദ്, LDFനകത്തെ വെള്ളാപ്പള്ളിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായ കുമാരസ്വാമിയുടെ പാർട്ടി ഇപ്പോഴും LDFൻ്റെ മുന്നണിക്കകത്ത് നിൽക്കുകയാണ്. അവരതിനകത്ത് വിമർശനവും അഭിപ്രായ വ്യത്യാസമൊക്കെ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ സ്പീക്കർ പിണറായി വിജയനോട് താല്പര്യമുള്ള കക്ഷിയുടേതായതുകൊണ്ട് മാത്രമാണ് അവർ അയോഗ്യരായി നിൽക്കുന്നത്. അതിൻ്റെ സംരക്ഷണം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് കോൺഗ്രസിനെ എങ്ങനെയും തറപറ്റിക്കണം എന്നതിന് BJPയുമായി കൂട്ടിച്ചേർത്താണ്. ഇവിടെ പറയുമ്പോൾ 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരും. ആ ചർച്ചകൾ എന്താണ് വിഷയം? 15 സീറ്റുകൾ ഞാൻ മത്സരിച്ച വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ 14,000-ഓളം വോട്ടുകൾ CPM ചെയ്ത BJP ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഇവിടെ നിൽക്കുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊരു നിലപാടെടുത്തിട്ടുണ്ട്. സമുദായ സംഘടനകൾക്ക് അവരുടെ ഇഷ്ടമുള്ള നിലപാടുകൾ സ്വീകരിക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു തീവ്ര മതേതര നിലപാടുമായി ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ NSSുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ല, ഞാൻ ചോദിക്കുന്നത് സമുദായ സംഘടനാ നേതൃത്വത്തിന് ഇഷ്ടമുള്ള ഏത് നിലപാട് സ്വീകരിച്ചാലും ആ നിലപാടൊന്നും ആ സമുദായത്തിന്റെ ആകെ നിലപാടായി മാറാൻ പോകുന്നില്ല. ജനത്തിനറിയാം ഈ സർക്കാരിനെ. അതുകൊണ്ട് സമുദായ സംഘടനാ നേതാക്കൾ എന്നും പറഞ്ഞോട്ടെ എന്നാണോ നിങ്ങൾ കാണുന്ന നില? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഈ NSSുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ വരുന്നത്. പ്രതിപക്ഷ നേതാവ് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. നമുക്കറിയാം ഇവിടെ വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയം, അതുപോലെ തന്നെ പല തെരഞ്ഞെടുപ്പുകൾ നടന്ന സമയത്തൊക്കെ ഞങ്ങളെ പരസ്യമായി NSS പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ ആ പരസ്യമായ പിന്തുണയിൽ വട്ടിയൂർക്കാവ് പോലത്തെ സ്ഥലത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് NSS മോശമാണ് എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കുള്ളത്. അവിടെ ചില സമയങ്ങളിൽ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ അത് കേരളത്തിൻ്റെ പൊതു വികാരം എന്ന് പറയുന്നത്, വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ വികാരം എന്ന് പറയുന്നത് സമുദായ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞതനുസരിച്ചുകൊണ്ടുള്ള ഈ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലെ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതൊരു മറ്റൊരു വിഷയമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം.
ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാടെന്ന് പറയുന്നത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ അതിന് അനുകൂലമായിരുന്നില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് അഭിപ്രായം തന്നെയാണ് NSS ഉണ്ടായിരുന്നത്, മറ്റ് ഹൈന്ദവ സംഘടനകൾക്കുണ്ടായിരുന്നത്. ആ അഭിപ്രായം ഇല്ലാതിരുന്ന ഏക രാഷ്ട്രീയ പാർട്ടി CPM ആണ്. CPM ഇപ്പോൾ ഞങ്ങളെടുത്ത നിലപാടിലേക്ക് CPM മാറി എന്നതുകൊണ്ട് NSS അതിനെ പിന്തുണയ്ക്കുന്നു. NSS ഞങ്ങൾ ഈ രാജ്യത്തെടുക്കുന്ന ജാതി സെൻസസിന് ജാതി സെൻസസിന് ഞങ്ങൾ അനുകൂലമായി നിൽക്കുന്ന സമയത്ത് NSS ഇപ്പോഴും ജാതി സെൻസസിന് എതിരായി നിൽക്കുകയാണ്. SNDP ജാതി സെൻസസിന് അനുകൂലമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിലെ സാമൂഹ്യ വിഷയങ്ങളിൽ, ഇന്ത്യയിലെ സാമൂഹ്യ വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ പാർട്ടികൾക്കും സമുദായ സംഘടനകൾക്കുമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ലൈൻ എന്ന് പറയുന്നത് തീവ്ര മതേതര സ്വഭാവമായി മുന്നോട്ട് പോകുക. അതിനകത്ത് പിണറായി വിജയൻ പണ്ട് പറഞ്ഞ പോലെ അദ്ദേഹം ആ പറഞ്ഞ വാക്ക് വിഴുങ്ങി. 10 വോട്ടിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ 10 വോട്ടിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായി നിൽക്കുന്നു. ഞങ്ങൾ മതേതര നിലപാടിൽ, തീവ്ര മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് സർക്കാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഞങ്ങൾ ആ നിലപാടുമായിട്ടാണ് പോകുന്നത്. അതിനകത്തൊരു മാറ്റമില്ല. കേരളത്തിലെ ജനങ്ങൾ ആ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അവസാനത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. ശരി, ഞാനൊന്ന് പറയാം. MN കാരശ്ശേരി, ഇവിടെ സർക്കാർ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന കാര്യം വളരെ സ്പഷ്ടമാണ്. എന്ന് വെച്ചാൽ നിലവിലെ സർക്കാരിൻ്റെ തുടർച്ചാ സാധ്യതകളെ തടയുന്ന എന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ അതിനൊരു കവറപ്പാണ് സർക്കാർ ഇപ്പോൾ കാണുന്നത്. ഒരു മെജോറിറ്റിയുടെ കൺസോളിഡേഷൻ ഉണ്ടാക്കുക, അതുവഴി മറ്റെല്ലാത്തിനെയും മറികടന്നുകൊണ്ട് ഭരണാധികാരം ഉറപ്പാക്കുക എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പല വിഷയങ്ങളുണ്ടല്ലോ, മാസപ്പടി ഇനിയും വിശദീകരിക്കപ്പെടാത്ത ഒരു പ്രശ്നമാണ്. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആ പൈസ കിട്ടിയതെന്ന് ഇപ്പോഴും CPM പോലും പറയാൻ പറ്റിയിട്ടില്ല. കേരളയിൽ നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട ആളുകളുടെ അന്തസ്സിന് മേൽ നടത്തിയ ആക്രമണം നമുക്കറിയാം. കേരളത്തിന് പെർമിഷൻ പോലും കിട്ടിയിട്ടില്ല എന്നോർക്കണം, അനുമതി പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾ, പോലീസിനകത്തൊക്കെ ഈ പറഞ്ഞ സംഘ്പരിവാർ ഇൻഫിൽട്രേഷൻ, ഈ കാര്യങ്ങളെല്ലാം ഭരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിമർശന വസ്തുതകളായിരിക്കെ അതിനെ ഈ വിശ്വാസത്തിൻ്റെ അതിരേകം കൊണ്ട് മറികടക്കാം, അങ്ങനെ എല്ലാം മറന്നു കളയുന്ന ഒരു ജനതയാക്കി നമ്മളെ മാറ്റിപ്പണിയാം, പ്രത്യേകിച്ച് ഭൂരിപക്ഷ ഹിന്ദുവിനെ മാറ്റാം എന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് എത്ര എളുപ്പമാണ് കേരളത്തിൽ? അതോ കേരളവും ആകെ അങ്ങ് മാറിയോ വിശ്വാസത്തിന്റെ ഒരു പൊരി വീണാൽ കത്തും വിധത്തിൽ? നൗഷാദ്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നയം മാറ്റം എത്ര പ്രകടമാണ് എന്നതിലേക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാം. 2006 ഒക്ടോബറിലാണ് എൻ്റെ ഓർമ്മ, ഞങ്ങളുടെ തിരുവമ്പാടി മണ്ഡലത്തിലെ MLA ആയിരുന്ന മത്തായി ചാക്കോ ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ മരിച്ചുപോയി. അപ്പം മത്തായി ചാക്കോ ബോധപൂർവം അന്ത്യകൂദാശ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞു. ആര്? താമരശ്ശേരിയിലെ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി. ഈ പറഞ്ഞതിന് അന്നത്തെ പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്ക് അത് പച്ചക്കള്ളമാണെന്നാണ്. ആ പറഞ്ഞ വകയിൽ അദ്ദേഹത്തെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു. ആ വിളിച്ചത് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയോ പിൻവലിക്കുകയോ പാർട്ടി അതിനെതിരായിട്ട് അതിന് ഖേദം പ്രകടിപ്പിച്ച് എന്തെങ്കിലും പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ബിഷപ്പ് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന് പരിചയമുള്ള മത്തായി ചാക്കോ വിശ്വാസിയായിരുന്നു എന്നാണ്, ഭക്തനായിരുന്നു എന്നാണ്. 2012 എന്റെ ഓർമ്മ, കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ കൊണ്ടു നടക്കുന്ന മുഹമ്മദ് നബിയുടെ തിരുകേശം ഒരു ശരീര മാലിന്യമാണ്, ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞതും ശ്രീ പിണറായി വിജയനാണ്. ഇപ്പോ അദ്ദേഹത്തിന്റെ വലിയ സഹയാത്രികൻ, എല്ലാ അർത്ഥത്തിലും സഹയാത്രികനായ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു പിണറായി വിജയൻ ഒരു ഭക്തനാണ് എന്ന്. അത് മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ പാർട്ടി നിഷേധിച്ചിട്ടില്ല. അപ്പോൾ നയവ്യതിയാനം വളരെ വ്യക്തമാണ്. ഒരു MLA മത്തായി ചാക്കോ ഭക്തനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം ബിഷപ്പ് പറഞ്ഞത് വലിയ അക്രമമാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ അദ്ദേഹം സ്ഥാനത്തിരിക്കെ, മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഭക്തനാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം നിഷേധിക്കുന്നില്ല, ആരും നിഷേധിക്കുന്നില്ല. അപ്പോ അദ്ദേഹം ഭക്തനായി കഴിഞ്ഞു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പോ എന്റെ കണക്കിന് BJPയുടെയും CPMന്റെയും ഇടയ്ക്കുള്ള പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ BJPയോട് പറയേണ്ടതൊക്കെ വെള്ളാപ്പള്ളിയോട് പറഞ്ഞാൽ പിണറായി വിജയന് സാധിക്കും, അല്ലെങ്കിൽ CPMന് സാധിക്കും. കാരണം അതിന്റെ ഒരു വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ
ഇവിടുത്തെ നവോത്ഥാന മൂല്യങ്ങളിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരാളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പിണറായി എന്താണ് പറയുന്നത്? അദ്ദേഹം നാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് യുവാക്കൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന നേതാവാണ് എന്നാണ്. അപ്പോ നാരായണ ഗുരു എതിർത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം മദ്യമാണ്. സാഹചര്യവശാൽ അദ്ദേഹം ഒരു മദ്യ വ്യാപാരിയാണ്. ജാതി ചോദിക്കരുത് എന്നാണ് നാരായണ ഗുരുവിന്റെ ഉപദേശം. അദ്ദേഹം അത് മാത്രമേ പറയുന്നുള്ളൂ. ഏത് അളവിൽ അദ്ദേഹം വർഗീയത ഉപയോഗിക്കുന്നതിന് ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. അനവധി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രം പറയാം. ഈഴവർക്ക് മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല, അവിടെ മുസ്ലിങ്ങളുടെ ഉപദ്രവം കൊണ്ട്. പച്ച നുണയാന്ന് വ്യക്തമാണല്ലോ. അങ്ങനെ ഒരു കേസും എവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ പറയുന്ന ഒരാളെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാക്കി വെച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കാരണം അവർക്ക് പരസ്പരം താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് ആവശ്യമാണ്. അതായത് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആള് വെള്ളാപ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നവോത്ഥാനത്തെ പറ്റി എന്താണ് പിണറായി വിജയന് പറയാനുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നവോത്ഥാനത്തിന്റെ ഏത് അംശം അദ്ദേഹത്തിന് മനസ്സിലാവും? നവോത്ഥാനത്തിന് ഒരു അംശവും തിരിയാത്ത ഒരാളാണ് NSSന്റെ സെക്രട്ടറി നിർഭാഗ്യവശാൽ ശ്രീ സുകുമാരൻ നായർ. കാരണം അദ്ദേഹം ഇപ്പൊ പറഞ്ഞ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അമ്പലത്തിൽ പൂജാരിമാരാവുന്നത് ബ്രാഹ്മണന്മാര് തന്നെ വേണം എന്ന് പറയുന്ന ഒരാളാണ് സുകുമാരൻ നായർ. അപ്പോ ഇവിടുത്തെ നവോത്ഥാനം എന്ന് പറയുന്നത് ഇപ്പോ ഇവര് നവോത്ഥാനം എന്ന് പറയുന്നത് എന്തിനാ? പുനരുദ്ധാരണത്തെയാണ്. അതായത് പഴയ കാര്യങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കുന്നതിനാണ് വിപ്ലവം എന്ന് പറയാ. പഴയ കാര്യങ്ങൾ എടുക്കാവുന്നത് എടുത്ത് പുതിയത് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്നതിനാണ് നവോത്ഥാനം എന്ന് പറയാ. പഴയ കാര്യങ്ങൾ അതേപടി തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതിനാണ് പുനരുദ്ധാരണം, റിവൈവലിസം എന്ന് പറയുന്നത്. ഈ റിവൈവലിസത്തെയാണ് നവോത്ഥാനമായിട്ട് ഇന്ന് CPM മനസ്സിലാക്കുന്നത്. അപ്പൊ മതത്തെ പറ്റിയാണല്ലോ. CPM എന്നുള്ള പാർട്ടിയുടെ പേരിലെ M എന്ന് പറയുന്നത് മാർസിന്റെ പേരാണ്, കാറൽ മാർസിന്റെ പേരാണ്. അദ്ദേഹമാണ് പറഞ്ഞത് എല്ലാ വിമർശനവും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് എന്ന്. മതവിമർശനം മാത്രം പറ്റില്ല. അപ്പൊ ഇന്ന് തിരുകേശം മുഹമ്മദ് നബിയുടെ തലമുടി ഇവിടുത്തെ അന്ധവിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മുതിർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ 1400 കൊല്ലം കഴിഞ്ഞ് ആ തലമുടി 1/2 സെന്റിമീറ്റർ വളർന്നു എന്നുള്ള അവാസ്തവം പറയുന്ന ഒരാളാണ് കാന്തപുരം. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു വാക്ക് മിണ്ടാൻ പറ്റൂ? അതാണ് എല്ലാ വിമർശനവും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് എന്ന് പറഞ്ഞ മാർസിന്റെ പേരിലാണ് ആ പാർട്ടി നിലനിൽക്കുന്നത്. സർക്കാർ അക്കാര്യത്തിൽ CPM അക്കാര്യത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്ന ഇരട്ട നിലപാടിനെ കുറിച്ച് താങ്കൾ പറയണം. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ ഇപ്പൊ കാണുന്നത് എല്ലാ തരത്തിലും ഇതിനെ കവറപ്പ് ചെയ്യാൻ ഈ മാർഗം ഉപയോഗിക്കാം. ഈ സർക്കാർ അയ്യപ്പനെ ആദരിക്കുന്ന സർക്കാർ, അമൃതാനന്ദമയെ ആദരിക്കുന്ന സർക്കാർ, വെള്ളാപ്പള്ളിയുടെ വിഷവാക്കുകളോട് കർശന സമീപനം ഇല്ലാത്ത സർക്കാർ, NSSനെ പുണരുന്ന സർക്കാർ. അപ്പോൾ അത് വെച്ച് സർക്കാരിന് ഈ മാസപ്പടിയും മഞ്ഞക്കുറ്റിയും ലോക്കപ്പ് മർദ്ദനവും എല്ലാം മറികടന്ന് വളരെ ഈസി ആയിട്ടൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഗവൺമെന്റ് വിചാരിക്കുന്നത് എന്താണ്? മുസ്ലിം മൈനോറിറ്റിയുടെ സപ്പോർട്ടിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. കാരണം RSSനോട് കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം സീരിയസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മുസ്ലിം മൈനോറിറ്റിയുടെ വിശ്വാസത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ സർക്കാർ അപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി ജയിക്കാമെന്ന് കണക്കൂട്ടുകയാണ്. ആ കണക്കുകൂട്ടലിന്റെ ഫലപ്രാപ്തി എന്തുമാത്രമായിരിക്കുമെന്ന് ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിൽ അത് കുറച്ചുകൂടി പ്രയാസമായിരിക്കുമോ? അതോ ആ നിലയ്ക്ക് കേരളത്തെ പരിവപ്പെടുത്താൻ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരും ഈ കാസക്കൂട്ടങ്ങളും പല ബിഷപ്പുമാരും എല്ലാവരും കൂടി പ്രയത്നിക്കുന്നു, അതിന്റെ കൂടെ CPM നൈസായി പോകുന്നു, അവർ കടന്നങ്ങ് പോകുമോ മൂന്നാം തവണയും? ഇല്ല നൗഷാദ്, അതായത് എന്റെ നിരീക്ഷണത്തിൽ സ്വന്തമായി ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ SNDPക്കോ NSSനോ സാധിച്ചിട്ടില്ല. സാമാന്യമായി പറയാവുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ ഇന്നയാളെ ജയിപ്പിക്ക് എന്ന് പറഞ്ഞാൽ അവർ ജയിക്കുമെന്നോ തോൽപ്പിക്ക് എന്ന് പറഞ്ഞാൽ അവർ തോൽക്കുമെന്നോ പറയാൻ പറ്റില്ല. മറിച്ചാണ് നമ്മുടെ ഉദാഹരണങ്ങളൊക്കെ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വി എം സുധീരൻ ഒരു മദ്യവ്യാപാരി SNDPയുടെ സെക്രട്ടറി ആയിട്ട് വന്ന് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വൈരം കൊണ്ട് വി എം സുധീരനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അരയും തലയും മുറുക്കി വെള്ളാപ്പള്ളി രംഗത്തിറങ്ങി. അപ്പൊ എന്താ ഉണ്ടായത്? അദ്ദേഹം ജയിച്ചു. പിന്നെ വേറെ കാര്യം കൊണ്ടാണ് പിന്നീട് അദ്ദേഹം തോറ്റുപോയത്. അപ്പൊ അദ്ദേഹം 2-3 തവണ ജയിച്ചു. അപ്പോ വെള്ളാപ്പള്ളി ഒരാളെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചാൽ തോൽപ്പിക്കാൻ പറ്റും എന്നോ വെള്ളാപ്പള്ളി ജയിപ്പിക്കാൻ വിചാരിച്ചാൽ ജയിപ്പിക്കാൻ പറ്റും എന്നോ പറയുന്നതിന് കാര്യമായി നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളൊന്നുമില്ല. കാരണം ഈഴവ സമുദായത്തിലെ പല ആളുകളും പല പാർട്ടിയിലുമാണ്. അല്ലാതെ SNDPക്ക് ഒരു വോട്ട് ബാങ്ക് ഇല്ല. ഇതുപോലെ നായർ സമുദായത്തിലെ ആളുകൾ പല പാർട്ടിയിലുമാണ്. അത് അവര് CPMന്റെ കൂടെയുണ്ട്, കോൺഗ്രസിന്റെ കൂടെയുണ്ട്, പലരുണ്ട്. ഇപ്പോ ഈഴവ സമുദായം പണ്ടേ തന്നെ കൂടുതലായിട്ട് വോട്ട് ചെയ്യുന്ന എന്റെ ധാരണ ശരിയാണെങ്കിൽ
വ്യാപകമായി വോട്ട് ചെയ്യുന്നത് CPM-നാണ്. അത് SNDP ആയിട്ടോ വെള്ളാപ്പള്ളിയായിട്ടോ അതിന് ബന്ധമില്ല. പിന്നെ ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ ഞാനത് ആവർത്തിക്കുകയാണ്. BJP-യുമായിട്ട് ഒരു ഏത് തരത്തിലുള്ള ഡീലും ഏത് തരത്തിലുള്ള പാരസ്പര്യവും നടത്തണമെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടയാളാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് ഒരു പാർട്ടി തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് അവരുമായിട്ട് ഉള്ള കമ്മിറ്റിയുടെ. അതുകൊണ്ട് അങ്ങനെ ബാന്ധവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ സംശയം താങ്കൾ പങ്കുവെക്കുകയാണ്. ഞാനൊന്ന് ശ്രീ മുഹമ്മദ് ഹനീഫ, ഞാൻ അല്പം വൈകിപ്പോയി. മുഹമ്മദ് ഹനീഫ, ഞാൻ ചോദിക്കുന്നത് ഇതാ ഇപ്പൊ പുതിയ ഒരു ത്രയം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. SNDP, NSS, CPM എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. ഓക്കെ, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സംഘ്പരിവാർ വിധേയത്വം ഇപ്പോഴും പണ്ടും വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ RSSന് BJPക്ക് വളരാൻ വെച്ചുകൊടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം. NSSന്റെ കാര്യം എടുക്കൂ. അവർക്ക് ശബരിമല വിഷയത്തിൽ കടുത്ത വിയോജിപ്പ് സർക്കാരിനുണ്ടായിരുന്നു. അന്ന് K. സുരേന്ദ്രൻ ജയിലിലായ സമയത്ത് ആ കാര്യത്തിൽ പിന്തുണ നിലപാട് എടുത്തിട്ടുള്ള പാർട്ടി സംഘമാണ് അവർ. എന്ന് മാത്രമല്ല, സമുദായ സംഘടനകളെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും CPM-നോട് ഈ NSSനുണ്ടായിരുന്നു. ഈ വിയോജിപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് SNDPയും NSSും എല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ LDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന് വന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? 2031 BJPയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ, ഒരു ലോങ് ടേം പ്ലാൻ. ലോങ് ടേം തന്നെ വിളിക്കാൻ പറ്റില്ല. ആ പ്ലാനിനൊപ്പിച്ച് കാര്യങ്ങൾ നീങ്ങുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള UDF തോൽക്കുക, കൂടുതൽ വീക്കൻ ചെയ്യപ്പെടുക, അടുത്ത തവണ BJPക്ക് ഒരു സാധ്യത ഉയർന്നു വരിക. അങ്ങനെ ഒരു വലിയ ഒരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമായിട്ടാണോ ഈ അപ്രതീക്ഷിത പിന്തുണകൾ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്? ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ തീർച്ചയായും താങ്കൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. അതൊരു ഗ്രാൻഡ് ഡിസൈനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഭരണമുള്ളത്, അല്ലെങ്കിൽ അധികാരം നേടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരേ ഒരു ദേശമായിട്ട് കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് സംഘടനാപരമായും ആശയപരമായും എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യയശാസ്ത്രപരമായും ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ പലതരത്തിലുള്ള താല്പര്യക്കാരുടെ അമിതമായ കടന്നുകയറ്റം പാർട്ടിയുടെ എല്ലാ തരത്തിലും നമ്മൾ കാണുന്നുണ്ട്. അതിനോടൊപ്പം കാണുന്ന ഒരു കാര്യമാണ് പാർട്ടിയുടെ ആശയം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷത എന്ന ആശയം അതിൽ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോർന്നു പോകുമ്പോൾ സംഭവിക്കുക, നമ്മളെ മുന്നിലുള്ള ഉദാഹരണം അതൊന്ന് ബംഗാളാണ്, മറ്റൊന്ന് ത്രിപുരയാണ്. അവിടെ പ്രത്യയശാസ്ത്രം നഷ്ടപ്പെടുമ്പോൾ അത് സ്വാഭാവികമായ ഒരു വലതുപക്ഷ പ്രസ്ഥാനമായി വളരെ എളുപ്പം മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതിന്റെ അണികൾ ഒന്നടങ്കം ബംഗാളിലും ത്രിപുരയിലും BJPയിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഒഴുകിപ്പോയതാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സംഭവം കേരളത്തിൽ ആവർത്തിക്കുകയില്ല അല്ലെങ്കിൽ സംഭവിക്കുകയില്ല എന്ന് പറയാൻ യാതൊരുവിധ ന്യായങ്ങളും നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം CPM-ന് മാത്രമായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. പാർട്ടിക്ക് അതിന്റെ സെക്രട്ടറി ആയിരുന്ന ആൾക്ക് പാർട്ടിയുടെ പരിപൂർണ നിയന്ത്രണം ഇപ്പോഴും കയ്യിലുള്ള ശ്രീ പിണറായി വിജയന് അത് വ്യക്തമായി അറിയാം എന്താണ് പാർട്ടി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. താങ്കൾ സൂചിച്ച പോലെ 2026 മറികടന്നു പോയാൽ 2031 ആവുമ്പോഴേക്കും ഒരു മതനിരപേക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ CPM ഇവിടെ അവശേഷിക്കുകയില്ല. ഒരു അധികാര പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഭരണകക്ഷി എന്ന നിലയിലും ഇതിവിടെ അവശേഷിക്കുകയില്ല. സ്വാഭാവികമായും ഇത് BJPയിലേക്കുള്ള ഒഴുക്കിന്റെ ഭാഗമായി പോവുകയാണ് എന്നറിയാം. ആ അറിയുന്നത് കൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുക്കുന്നത്. അതിനർത്ഥം താൽക്കാലികമായി 2026 അവസാനവട്ട ഊഴം, മൂന്നാം ഊഴം എന്നല്ല അതിനെ പറയേണ്ടത്. ഇത് 2026 CPM-ന്റെ അവസാനവട്ട ഊഴത്തിലേക്ക് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഊഴം കൂടി കഴിയുന്നതോടെ ഇനിയൊരു ഊഴം ഇവിടെ ഉണ്ടാവില്ല എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, CPM ഉണ്ടാക്കുന്ന താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലുള്ള ഗ്രാൻഡ് ഡിസൈൻ, അത് പച്ചക്ക് പറഞ്ഞാൽ വർഗീയമായ ഡിസൈനാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും, അത് ഒരു മുസ്ലിം വിരുദ്ധ ഇസ്ലാമോഫോബിക്കായ മുസ്ലിം ഭീതി പരത്തുന്ന പലതരം ഘടകങ്ങൾ BJPയുടെയും CPM-ന്റെ തന്നെയും പിന്നെ സംയുക്തമായ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും അത് ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം ഇവിടെയുള്ള പിന്നെ വർഗീയതയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു കാര്യം. അങ്ങനെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അഥവാ വിജയിക്കാനായാൽ അത് വർഗീയതയുടെ വിജയമല്ല, ഇത്തരം സമുദായ സംഘടനകളുടെ പിന്നെ പിന്തുണ കൊണ്ട്, സമുദായ സംഘടനകളാണ് ഈ തരത്തിലുള്ള ഒരു പിന്തുണ നൽകിയത് കൊണ്ടാണ് ഈ വിജയം വന്നത് എന്ന് ന്യായീകരണം ചമയ്ക്കാൻ കഴിയുന്ന ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പദം അല്ലെങ്കിൽ ഒരു സാധ്യത അവിടെ തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അത് ഈ ശ്രീ സുകുമാരൻ നായരോട് പറഞ്ഞ ഒരു കാര്യം, ശരി ദൂരത്തിലേക്ക് ഞങ്ങൾ മാറി എന്നത്. ഇദ്ദേഹം ഇതിനു മുമ്പ് ശരി ദൂരം എന്ന വാക്ക് ഉപയോഗിച്ചത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്.
നമ്മളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം സമദൂരം മാറി ശരിദൂരം എന്ന വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഓർക്കേണ്ടത് ശ്രീ ബാലകൃഷ്ണപിള്ളയെ ജയിലിലടച്ച ഒരു സംഭവം. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ബാലകൃഷ്ണപിള്ളയെ ജയിലിലടച്ച് അത് ഞാനാണ് ജയിലിലടച്ചതെന്ന് അവകാശപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സുകുമാരൻ നായരുടെ NSS അദ്ദേഹത്തിനെതിരെ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒരു ശരിദൂരം ഞങ്ങൾ സ്വീകരിച്ചു എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ 2011 72 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു ശരിദൂരം കണ്ടെത്തുകയായിരുന്നു എന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളൊരു ശരിദൂരം കണ്ടെത്തുകയായിരുന്നു. അതേ വാക്ക് അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവിടെ അദ്ദേഹം മുൻനിർത്തി പറയുന്നത് അയ്യപ്പ സംഗമത്തെയാണ്. ഈ അയ്യപ്പ സംഗമത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇവിടെയുള്ള ഏതൊക്കെ കക്ഷികൾക്ക് എന്ത് മാറ്റങ്ങളാണ് വന്നത് എന്നുകൂടി പരിശോധിക്കണം. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ഏറ്റവും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇവിടെ BJPയും സംഘപരിവാറും RSSന്റെ നേതൃത്വത്തിലാണ്. വത്സൻ തില്ലങ്കേരി പമ്പയിൽ പോലീസിന്റെ മൈക്കുപയോഗിച്ച് ജനങ്ങളെ പിരിച്ചുവിടുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പോലും ഉണ്ടായത് നമ്മൾ ഓർക്കുകയാണ്. അതേസമയം CPM ആണ് അതിൽ ഭരണഘടനാ സംരക്ഷണത്തിന്റെ വാദങ്ങൾ ഉയർത്തി, സ്ത്രീ സമത്വത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളുടെ വാദങ്ങൾ ഉയർത്തി അതിന് അനുകൂലമായി നിന്നത്. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വം അതിൽ വളരെ ശക്തമായ നിലപാട്. ആ നിലപാട് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് അന്ന് ഈ ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നതായിരുന്നു. അതിന് വളരെ ശാന്തമായ പ്രതിഷേധങ്ങളാണ്, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളാണ്, നിയമപരമായ പ്രതിഷേധങ്ങളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ നിലപാടിൽ നിന്ന് കോൺഗ്രസ് മാറിയോ? കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് കോൺഗ്രസ് അന്ന് സ്വീകരിച്ച നിലപാട് ഇന്നും നിലനിൽക്കുന്നുണ്ട്, ഇന്നും അത് തുടരുന്നുണ്ട്. അപ്പോൾ സുകുമാരൻ നായർക്ക് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റാൻ ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്? ആ മാറ്റം സംഭവിച്ചിട്ടുള്ളത് CPMനാണ്. CPM അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് ഒഴിച്ചു നിർത്തിയാൽ അന്നെടുത്ത നിലപാട് തെറ്റാണെന്ന് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. അന്ന് സ്ത്രീ പ്രവേശന വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, അതിനുവേണ്ടി കേരളത്തിലുടനീളം നടന്ന നവോത്ഥാന സദസ്സുകൾ, അതിൽ നടന്ന മാരകമായ പ്രയോഗങ്ങൾ, ഈ ശബരിമല വിഷയത്തിൽ നടത്തിയ പലതരത്തിലുള്ള ജനാധിപത്യപരമോ അല്ലാത്തതോ ആയിട്ടുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ, ഇതിനെ ഒന്നും തള്ളിപ്പറയുകയോ തിരുത്തുകയോ ചെയ്തുകൊണ്ടല്ല അയ്യപ്പ സംഗമം നടന്നിട്ടുള്ളത്. അയ്യപ്പ സംഗമം ഒരു ചടങ്ങായിട്ടാണ് നടന്നിട്ടുള്ളത്. അതിന് ഇന്നേ വരെയുള്ള തെറ്റുതിരുത്തലോ അല്ലെങ്കിൽ ആ പഴയ നിലപാടിന് തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലാത്ത കോൺഗ്രസിൽ നിന്ന് ശരിദൂരം കണ്ടെത്തിക്കൊണ്ട് പഴയ നിലപാടിനെ തള്ളിപ്പറയാതെ ഈ അയ്യപ്പ സംഗമം പോലെയുള്ള ഗിമ്മിക്കുകൾ നടത്തുമ്പോൾ ഈ മാറ്റത്തിന് എന്താണ് NSSനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അപ്രതീക്ഷിതമായി മാറി LDFനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ വലിയ തോതിലുള്ള ഡിസൈൻ പ്രവർത്തിക്കുന്നുണ്ടോ, ആസൂത്രണം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം ഓൾറെഡി കേരളത്തിന്റെ മുൻപിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. മറ്റു പോയിന്റുകളിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള. അനിൽ അക്കരാം ഇവിടെ ഈ സമുദായ നേതാക്കളുടെ കാര്യം പറഞ്ഞു. നേരത്തെ UDFുമായി നല്ല ടേംസിൽ പോയ ആളുകൾ, ശബരിമല യുവതി പ്രവേശന കാലത്ത് പോലും നിങ്ങളുടെ നിലപാടിനോട് ചേർന്ന് പോയ ആളുകൾ വളരെ പെട്ടെന്ന് അവർ LDFന് അനുകൂലമായ നില സ്വീകരിക്കുകയാണ്. അതിന് എന്തൊക്കെ കാരണമുണ്ടെന്ന് ചോദിച്ചാൽ കാരണം പോലും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ അവർ പോയി എന്ന് വെച്ചാൽ അത് ഒരു പോക്കാണ്, ഇനി നോക്കണ്ട എന്നതിലേക്ക് നിങ്ങളും കാണുകയാണോ? എന്ന് വെച്ചാൽ സമുദായ സംഘടനകളെ സാധാരണ നിലയ്ക്ക് UDFന്റെ രക്കോസത്തിന്റെ ഭാഗമായിരുന്നവർ പോയി അപ്പുറത്ത് സമുദായ സംഘടനകൾ പോകുന്നു. നോക്കൂ, കത്തോലിക്ക സഭയിലെ പോലും പ്രധാനപ്പെട്ട ബിഷപ്പുമാരെ പോലും ഈ LDFും CPIഎമ്മും ആ കാര്യത്തിൽ ഡീൽ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു പാറ്റേൺ, നിങ്ങളുടെ ഒരു ശാക്തിക ബലം എന്ന് പറയുന്ന സംഗതി അവയെല്ലാം പോവല്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെ ജയിക്കും അടുത്ത ഇലക്ഷൻ എന്ന ചോദ്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. ഈ കുറച്ച് കാലങ്ങളായിട്ട് UDF എടുക്കുന്ന സമീപനങ്ങൾ, ഞങ്ങൾ ഓരോ വിഷയത്തിലെടുത്ത ഈ മുനമ്പം ഇഷ്യൂ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞങ്ങളെടുത്ത സമീപനങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ നേരത്തെ നിരവധി ചർച്ചകൾ പറഞ്ഞതാണ്. ഞങ്ങൾ ഇതിനകത്തൊരു കൃത്യമായ നിലപാടെടുത്തിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വ്യത്യസ്തമായി UDF ഘടകകക്ഷികൾ കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതിന് ഒരു ഐക്യവേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി അനുമതിയുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഈ ശബരിമല വിഷയത്തിൽ സമുദായ സംഘടനകൾ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാട് അവർ തുടരുകയാണ്. ഞങ്ങൾ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാട് ഞങ്ങൾ തുടരുകയാണ്. ഇവിടെ മാറ്റമുണ്ടായത് CPMനാണ്. CPMന് മാത്രമാണ് മാറ്റമുണ്ടായത്. ആ മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് ഒരു അധികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്.
ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഒരു LDF സർക്കാരിനെ കുറിച്ചാണല്ലോ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് യാതൊരു സ്കോപ്പും ഇല്ല എന്നുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. നേരത്തെ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഞങ്ങളുടെ പിന്നെ സിറ്റിംഗ് സീറ്റുകൾ ഞങ്ങൾ തിരിച്ചു പിടിച്ചാണ്. പക്ഷെ ഞങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നിലമ്പൂരിൽ ഞങ്ങൾ ആ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിച്ചതാണ്. ആ തിരിച്ചു പിടിക്കുന്ന സമയത്ത് ഈ SNDP ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളെടുത്തൊരു രാഷ്ട്രീയമായ നിലപാടുണ്ടായിരുന്നു. ശ്രീ PV അൻവറിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങളെടുത്ത രാഷ്ട്രീയമായ നിലപാട് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാടായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ജാതി സെൻസസ് അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ഇന്ത്യ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും ആ തീരുമാനത്തിൽ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. NSSന് ആ തീരുമാനമല്ല, SNDP ആ തീരുമാനത്തിന് അനുകൂലമാണ്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം സമുദായ സംഘങ്ങൾക്കുണ്ടാകാം. പക്ഷെ ഞങ്ങളെടുക്കുന്ന മതേതര നിലപാട് തീവ്ര മതേതര നിലപാടുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയാണ്. പക്ഷെ ഇപ്പുറത്ത് പണ്ട് കാലത്ത് UDFനേക്കാൾ അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ ഒരു മതനിരപേക്ഷ നിലപാടുമായി മുന്നോട്ട് പോയ പിണറായി വിജയന്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലെ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ 18 സീറ്റുകൾ ഞങ്ങൾ ജയിക്കേണ്ടായി. LDF ആകെ പിന്നെ ആലത്തൂരിൽ സീറ്റിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ഇവിടെ തൃശ്ശൂരിൽ പരാജയപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ആ സാഹചര്യം എന്ന് പറയുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ തന്നെ കൃത്യമായി പറഞ്ഞു. അവിടുത്തെ LDFന്റെ കൺവീനറായ MK കണ്ണൻ BJPയുമായി ധാരണയുണ്ടാക്കിയ ഒരാളാണ് എന്നുള്ളത് സുനിൽകുമാറാണ് സൂചിപ്പിച്ചത്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നേരത്തെ പറഞ്ഞ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണല്ലോ ജുഡീഷ്യൽ എൻക്വയറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വേണ്ട എന്ന് ഹൈക്കോടതി തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ത് തീരുമാനമാണ് എടുത്തത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കേസേ വേണ്ട എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ CPMഉം BJPയും തമ്മിൽ ധാരണയുണ്ട്. CPM എന്ന് ഞാൻ പറയില്ല, ഇത് പിണറായി വിജയന്റെ പാർട്ടിയും BJPയും തമ്മിലൊരു ധാരണയുണ്ട്. ഒരു ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള ധാരണയാണ്. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ധാരണ എന്ന് പറയുന്നത് അവസാനത്തെ CPM ഗവൺമെന്റായി BJPയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പിണറായി വിജയൻ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇവിടെ ഞാനൊരു വ്യക്തമായി ഒരു കാര്യം പറയാം. ഇത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് അല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അല്ല, ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ BJPയുടെ ഗവൺമെന്റാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിലെ ജനങ്ങൾ അമൃതാനന്ദമയ്യെ പോയി ആശ്ലേഷിക്കുന്ന, അവരെ ചുംബിക്കുന്ന, അവർക്ക് സർക്കാരിന്റെ ഔദ്യോഗികമായ ആശംസാപത്രം കൈമാറുന്ന സജി ചെറിയാനെയാണ്. പിന്നീട് അദ്ദേഹം അതിനെ ന്യായീകരിച്ച് പ്രസംഗിക്കുന്നതും കണ്ടു. പക്ഷെ മുൻപ് അമൃതാനന്ദമയ്ക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ച CPIMനെ ഓർമ്മയുണ്ട്. അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ നടക്കുന്ന ദുരൂഹ ഇടപാടുകളെക്കുറിച്ച് പുസ്തകം എഴുതിയ ആളെ ഇന്റർവ്യൂ ചെയ്യാൻ പാർട്ടി ചാനലിന്റെ മേധാവി അമേരിക്കയിലേക്ക് പോയ കാലം നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ പക്ഷെ എല്ലാം മാറിയിരിക്കുന്നു. അമൃതാനന്ദമയെ ആശ്ലേഷിക്കാം, അങ്ങോട്ട് ചുംബനം കൊടുക്കാം എന്നതിലേക്ക് CPIMന്റെ ഒരു മന്ത്രി മാറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പഴയതെല്ലാം മാറ്റിയിരിക്കുന്നു. പുതിയൊരു CPIMനെയാണ് കേരളം കാണുന്നത് എന്ന് മനസ്സിലാക്കട്ടെ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അനിലക്കരയ്ക്ക് ഒരു മറുപടി പറയാം. അദ്ദേഹം ഇപ്പം അവസാനം പറഞ്ഞതും ആദ്യം പറഞ്ഞതും രണ്ട് വാക്കുകൾ ഒന്നായിരുന്നു. ഞങ്ങൾ മതേതര രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചു. രണ്ട് കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ പാലക്കാട് ആരായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളോടൊപ്പം ചേർന്നത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നേതാവ് VD സതീശൻ മാധ്യമ സമ്മേളനം നടത്തി പറഞ്ഞെന്താ? രണ്ട് കക്ഷികൾ, രണ്ട് മത തീവ്രവാദ കക്ഷികളെന്ന് വിശ്വസിക്കുന്ന രണ്ട് പാർട്ടികൾ ഞങ്ങൾക്ക് അവരുടെ പിന്തുണയുണ്ട്, ഇനി അത് തുടരുമെന്ന് പറയുന്നു. അത് തുടരുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ മതേതര കക്ഷികളുമായിട്ട് കൂടുന്നത്? ഇനി അതിലുപരിയായിട്ട് മഹാരാഷ്ട്രയിൽ നിങ്ങൾ കൂട്ടുമുന്നണി മന്ത്രിസഭ ഉണ്ടാക്കി. ഏതാണ്ട് രണ്ട് മതതീവ്രവാദ കക്ഷികൾ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്, അത് തുടരുമെന്ന് സതീശനോട് പറഞ്ഞത് കേട്ടില്ല. അല്ലല്ല, ഞാനങ്ങ് പറയുമോ? സതീശൻ പറഞ്ഞല്ല, ആ രണ്ട് കക്ഷികൾ ഞങ്ങളോടൊപ്പമുണ്ട്, അവരുടെ പിന്തുണ ഞങ്ങൾ നേടുന്നു, ഇനിയും തുടരുമെന്ന് പറഞ്ഞത് ആരാ? അവർ തന്നെയല്ലേ പാലക്കാട് ആദ്യം നയിച്ചത്. അപ്പൊ ഇവരെങ്ങനെയാണ് വാക്കുകൾ? SDPയുടെ പിന്തുണ SDPI UDFിലുണ്ടോ? SDPയുടെയും
സംശയം എന്താ കരുത് ജമാഅത്തെ ഇസ്ലാമി SDP തങ്ങളോടൊപ്പമാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് സംശയമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ശരിയാണ്. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ശരിയാണ്. രജി, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായിട്ടുള്ള ബന്ധം ജമാഅത്തെ ഇസ്ലാമി വരാറില്ല. അല്ല, ഇത് മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അല്ലല്ല, ഒരു സെക്കൻഡ് അല്ലല്ല റജി, ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായി ജമാഅത്തെ ഇസ്ലാമി ഞാൻ പറഞ്ഞു കേൾക്കൂ. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ബ്രേക്ക് എടുത്തു, ഇപ്പൊ ഇവരുടെ കൂടെ കൂടി, അത്രയല്ലേ ഉള്ളൂ. അതിന് ഇത്ര വലിയ വർത്തമാനത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിഷാദെ, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സമുദായ സംഘടനകൾക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക് ജമാഅത്തെ നിലപാട് സ്വീകരിക്കാം. NSS നിലപാട് സ്വീകരിക്കാം. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് വോട്ട് ചെയ്യാൻ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, അമൃതാനന്ദയുടെ കാര്യം സംസാരിച്ച വിഷയമാണ്. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ വിഷവാചകത്തെ ചെറുക്കാൻ ധൈര്യമില്ലാത്ത നിങ്ങൾ വർഗീയതയെ പോലുള്ള വലിയ കാര്യങ്ങളൊന്നും പറയല്ലേ? അതൊക്കെ വലിയ വർഗീയ വിരുദ്ധത, മതനിരപേക്ഷത പോലുള്ള വലിയ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ പറയല്ലേ? അറ്റ്ലീസ്റ്റ് ഇപ്പൊ പറയല്ലേ? തമാശയാവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പൊ പറയല്ലേ? നിങ്ങൾ മതനിരപേക്ഷത, വർഗീയത പോലുള്ള കാര്യം ഇപ്പൊ പറയല്ലേ? ഈ ദിവസങ്ങളിൽ പറയല്ലേ? ഭയങ്കര ബോറാവും, ഭയങ്കര തമാശയാവും. ഇത് പറയൂ, ഈ അമൃതാനന്ദയുടെ കാര്യം എപ്പോഴും പറയും. ഞാൻ പറഞ്ഞോ, പക്ഷെ തമാശയായിട്ട് തോന്നുന്നു. കക്ഷി ആയതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ പൊതുബോധമുള്ള ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. അല്ല, ഇവരോടൊപ്പം പോകണ്ടേ? ഇവര് പരസ്യമായിട്ട് നിങ്ങൾ എത്ര തെരഞ്ഞെടുപ്പ് തോറ്റാണ് നിൽക്കുന്നത്? നിങ്ങൾ എത്ര തെരഞ്ഞെടുപ്പ് തോറ്റാണ് നിൽക്കുന്നത്? നിങ്ങൾ 19 സീറ്റിൽ തോറ്റ അവസാനം ജയിച്ച ഒരു സീറ്റിൽ ഏറ്റവും ലോ മാർജിനിൽ ജയിച്ച നിങ്ങളാണോ ഈ കേരളത്തിലെ ജനങ്ങൾ കൂടെയാന്ന് പറയുന്നത്? ഇത് പറയോ അമൃതാനന്ദയുടെ കാര്യം? കേരളത്തിലെ ജനങ്ങൾ കൂടെയാണെന്നുള്ളവരും 2019 നിങ്ങൾ ഇത് തന്നെ ചോദിച്ചു. 2021 ഞങ്ങൾ ആരുടെ കൂടെയായിരുന്നു നിന്നത്? ജനങ്ങൾ കേരളത്തിലെ ഞങ്ങൾക്ക് 8 സീറ്റ് അധികം തന്നു. 2026 നിങ്ങൾക്ക് ഈ പറയുന്ന കോൺഗ്രസിന് ഇപ്പോഴുള്ള സീറ്റ് പോലും കിട്ടുമെന്നുള്ളവർ അവർക്ക് തന്നെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവരിപ്പോ എങ്ങും തൊടാതെ മറുപടി നിങ്ങൾക്ക് ആലത്തൂരിൽ ഒരു 50,000 വോട്ട് അധികം ഒപ്പിക്കാൻ പറ്റിയില്ല. ആലത്തൂരിൽ ഒരു 50,000 വോട്ട് അധികം ഒപ്പിക്കാൻ പറ്റില്ല ആകെ ജയിച്ച സ്ഥലത്ത്. നിങ്ങൾ ജനങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനോട് കാറ് നടന്നിട്ട് പറയാണ് മതനിരപേക്ഷത. ഞങ്ങൾ ജയിച്ചില്ലേ? ജനങ്ങൾ ഞങ്ങളെ പിന്തുണച്ചില്ലേ? എത്ര വോട്ടാ ഭൂരിപക്ഷം? അല്ല നിഷാദേ, ഏതാ നാട്? ഏതാ നാട്? 50,000 വോട്ടിനാണെങ്കിലും ജനങ്ങളുടെ വിധി നാട്. പക്ഷെ നാടേതാ? ആലത്തൂരാ. നാടേതാ? ആലത്തൂരാ നാട്. ആലത്തൂരാ നാട്. അല്ലല്ലേ, ആലത്തൂരാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ആലത്തൂർ ഒരാളാ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നിഷാദിനെ നിൽക്കൂ. 2026 3.0 എന്നുള്ള ഗ്യാരണ്ടി ആയപ്പോൾ ഇവര് മാനസിക സംഘർഷത്തിലാ. ഞാൻ ഒറ്റ കാര്യം ഇവരോട് ചോദിക്കട്ടെ. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട അനിലക്കരെ പറഞ്ഞു കോൺഗ്രസ് ഇതര ഭാരതം കാക്ഷിക്കുന്ന BJP എന്ന് പറഞ്ഞു. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഈ BJPക്ക് എതിരെ ഒരു അക്ഷരം മിണ്ടാനായിട്ട് ഇന്ന് വരെ ഇവരുടെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്ക് തയ്യാറായിട്ടുണ്ടോ? ഉണ്ടോ? പറയൂ. എന്നാൽ ഞങ്ങൾ ഇവരോടൊപ്പം ബീഹാറിൽ ഞങ്ങൾ കൂട്ടുകൂടിക്കൊണ്ട് അവിടെ നേടാൻ പോകുന്ന വൻ വിജയം എത്രയാ? ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസ് മുക്ത ഭാരതം പറഞ്ഞിട്ടില്ല. ഇവർക്ക് കേരളത്തിലെ CPM-നെ കാണാൻ പറ്റില്ല. അതാണ് ഇവരുടെ വിഷയം. ആ ഒറ്റ ചോദ്യത്തിന് മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ടിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് കുറച്ചുകൂടി CPM-നെ സംബന്ധിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി ആരോഗ്യകരമായ ഒരു സഖ്യാലോചന നടത്താമായിരുന്നു. പല സെക്ടേഴ്സിലുള്ള ആളുകളെ, സമുദായങ്ങളെ, സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി മതനിരപേക്ഷ സ്വഭാവമുള്ള കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു സഖ്യം, അതുവഴി 3ാം സർക്കാരിലേക്കുള്ള യാത്ര ആലോചിക്കാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അതിന് പകരം ഒരു മെജോറിറ്റിയുടെ കൺസോൾട്ടേഷൻ മാത്രം ആലോചിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് മുസ്ലിം ഒരു പിൻബലം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ കൂടി ആയിരിക്കണം ഒരു പക്ഷേ അപ്പുറത്ത് പോയിട്ട് വേറൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിം മൈനോറിറ്റിയുടെ പിന്തുണ നഷ്ടപ്പെട്ടു എന്ന ആശങ്ക ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ അപ്പുറത്തെ മാർഗം സ്വീകരിക്കുകയാണോ സത്യത്തിൽ CPM ചെയ്യുന്നത്? ഈ വിശ്വാസനഷ്ടം, ഇപ്പുറത്തെ വിശ്വാസനഷ്ടം, അത് പരിഹരിക്കാൻ കഴിയാത്ത വിധമുള്ള കുരുക്കുകൾ വല്ലതും CPM അനുഭവിക്കുന്നുണ്ടോ? നിഷാദ്, കൃത്യമായിട്ട് പറഞ്ഞാല് BJP-യുമായി അങ്ങേ അറ്റത്തെ ഗാഢ സൗഹൃദത്തിലാണ് ഇപ്പൊ CPM ഉള്ളത്. അതിന്റെ പല തെളിവുകളിലൊന്നാണ് ഇവിടുത്തെ ഗവർണറുമായിട്ട്
അവര് രാജിയായത്. വേറെ ഒരു തെളിവാണ് ഈ കൃത്യമായിട്ട് പറയുന്ന, അത് ആനിരാജയാണ് പറഞ്ഞത്, ഇവിടുത്തെ പോലീസ് സേന ഭരിക്കുന്നത് സംഘപരിവാറാണ്. അവര് ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, അവര് ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. ശോഭാ സുരേന്ദ്രൻ, അവര് BJP നേതാവാണ്. അവര് പറഞ്ഞു സംഘപരിവാറിന്റെ പിടിയിലാണ് ഇവിടുത്തെ പോലീസ് സേന. അതിപ്പോ MR അജിത് കുമാറിന്റെ കാര്യം, കൂത്തുപറമ്പ് വെടിവെപ്പിലെ പ്രതിയാണ് എന്ന് ഇവര് പറഞ്ഞിരുന്ന ആളെ തന്നെ ഇവിടെ പോലീസ് സേനയുടെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിച്ചു. പിന്നെ പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ TP സെൻകുമാർ ആണെങ്കിലും ജേക്കബ് തോമസ് ആണെങ്കിലും ശ്രീലേഖ ആണെങ്കിലും ഒക്കെ BJPയിലാ ചേരുന്നത്. ലോക്നാഥ് ബെഹ്റ, ശ്രീവാസ്തവ തുടങ്ങിയുള്ളവരുടെ BJP ബന്ധം വളരെ വ്യക്തമാണ്. അതായത് ഒരു MLA പോലും ഇല്ലാതെ കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്ന ഒരു സൗകര്യം സംഘപരിവാർ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയുന്ന എങ്ങനെയാണ്? പോലീസ് സൈന്യത്തിന്റെ ഇടിമുറികളിൽ CPMന്റെ ആളുകൾക്കും തല്ലുകൊള്ളുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോ വളരെ വ്യക്തമാണ്, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് INL എന്നുള്ള ഒരു കഷ്ണം ഒഴിച്ചാൽ വേറെ ആരും CPMന്റെ കൂടെയില്ല. അവർക്ക് ആവശ്യമില്ല. കാരണം അവർക്കിന്ന് വേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന മോദിയുടെ ആനുകൂല്യങ്ങളാണ്. BJPയുടെ സൗജന്യവും സഹായവുമാണ് ശ്രീ പിണറായി വിജയന് ആവശ്യമുള്ളത്. അതിന് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പിന്തുണയൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് വേറെ എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, വളരെ വ്യക്തമാണത്. നമ്മളിപ്പോ കേരളം മാത്രമല്ലോ, പശ്ചിമ ബംഗാൾ അടുത്ത വർഷം ഇലക്ഷനിലേക്ക് പോവുകയാണ്, തമിഴ്നാട് അടുത്ത വർഷം ഇലക്ഷനിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടുത്തെ കക്ഷികൾ സാമ്യമുള്ള കക്ഷികളാണല്ലോ, എല്ലാം BJP വിരുദ്ധ കക്ഷികളാണ്. CPM ആയാലും DMK ആയാലും TMC ആയാലും എല്ലാം ഒരേ സ്വഭാവത്തിൽ ഒരേ ചേരിയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ അവരാരും ഈ വിധത്തിലുള്ള കൺസോൾട്ടേഷൻ കളികൾ കളിക്കുന്നില്ല. സാധാരണ BJP പാറ്റുന്ന വിശ്വാസം എടുത്ത് കളിക്കുന്നില്ല. ഇവിടെ CPMനെ പോലൊരു പാർട്ടി ആ കളി കളിക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ DMKയ്ക്കും TMCക്കും അവരുടെ വോട്ട് ബാങ്കിനെ കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇവിടെ CPMന് പ്രത്യേകിച്ച് മൈനോറിറ്റി ആൻഡ് ദലിത് മേഖലകളിലെ വോട്ടിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് ലോസ് ഉണ്ടായിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. ആ കോൺഫിഡൻസ് ഇഷ്യൂ ഉള്ള ആ വിശ്വാസപ്രശ്നം അത് സെറ്റിൽ ചെയ്യാൻ CPMന് പറ്റാത്ത എന്തുകൊണ്ടായിരിക്കും? അതിന് CPM ഇൻവെസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടായിരിക്കും ഹനീഫ? എനിക്ക് തോന്നുന്നത്, താങ്കളുടെ ചോദ്യം, എനിക്ക് തോന്നുന്നത് CPMന് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ BJPയിലേക്കുള്ള ഒരു ഒഴുക്ക് CPMൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യം, BJP ശക്തിപ്പെടുമ്പോൾ അത് കോൺഗ്രസ് ദുർബലമാവുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടം കഴിഞ്ഞു. ആ ഘട്ടം കഴിഞ്ഞ് BJP അതിന്റെ സവർണ മേഖലയിൽ നിന്ന് വോട്ട് പിടിക്കുന്നതിന് പകരം അത് വോട്ട് സുരക്ഷിതമാക്കിയതിന് ശേഷം ഇപ്പോൾ നമുക്കറിയാം അതിന്റെ കണക്കുകൾ, ഏകദേശം 50% സവർണ വോട്ടുകളുടെ BJPക്ക് അനുകൂലമാണ് എന്ന് CSDSന്റെ ഒക്കെ പോലെയുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അത് ഈ പിന്നോക്ക വോട്ടുകളിലേക്ക്, അതായത് കൃത്യമായി പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ അടിത്തറയിലേക്ക്, വോട്ട് ബാങ്കിലേക്കാണ് ഇപ്പോൾ BJP കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. BDJസിനെ കൂടെ നിർത്തിയിട്ടും അല്ലാതെയും എന്താ പറയാ, ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് രൂക്ഷമായ വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടും ആ സമുദായത്തിലും ആ പിന്നോക്ക ജനവിഭാഗങ്ങളിലുമാണ് BJP പുതുതായി കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായി CPMനെ ദുർബലമാക്കും. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക, ഈ വോട്ടുകൾ വർഗീയമായി ധ്രുവീകരിക്കപ്പെടുന്ന വോട്ടുകൾ അതേ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുക എന്ന വളരെ ഒരു തന്ത്രപരമായ രീതിയിലുള്ള രീതിയാണ് CPM സ്വീകരിക്കുന്നത്. അത് വിജയിക്കുമോ എന്നതാണ് പ്രധാനം. ഏറ്റവും മാരകമായ വർഗീയത പറയുന്ന ഒരു BJPയോട് അതിനേക്കാൾ ലഘുവായ വർഗീയത പറഞ്ഞുകൊണ്ട് ആ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യം താങ്കൾ സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിലോ ബംഗാളിലോ ഇല്ല. ബംഗാളിൽ നമുക്ക് അറിയാം, 2011 ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ 2009 അതിന് മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ അവർ ഉണ്ടാക്കിയ സഖ്യം അത് അവിടെയുള്ള ഇടതുപക്ഷ CPI-MLനെ പോലും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ്. CPI-ML പോലുള്ള എല്ലാ തരത്തിലുള്ള ചെറുതും വലുതുമായ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും CPM വിരുദ്ധ പ്രസ്ഥാനങ്ങളെയും സംഘപരിവാർ വിരുദ്ധ പ്രസ്ഥാനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചുകൊണ്ടാണ് മമതാ ബാനർജി 2009 തുടർന്ന് 2011 ബംഗാളിൽ ശക്തി പ്രകടിപ്പിച്ചത്. അതേപോലെ തന്നെ തമിഴ്നാടിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. തമിഴ്നാട് വളരെ ശക്തമായ ദ്രാവിഡ സംസ്കാരത്തിന്റെ അടിത്തറയിലുള്ള രാഷ്ട്രീയം
പിന്നെ പയറ്റുന്ന ഒരു നാടാണ്. അത് ഏത് പ്രസ്ഥാനത്തിനും ആ ദ്രാവിഡ സംസ്കാരത്തെ അപ്പാടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് BJPക്ക് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിന് തള്ളിപ്പറയാൻ കഴിയില്ല. അവിടെ പിന്നെ അങ്ങനെ ആ ദ്രാവിഡ പ്രസ്ഥാനം പിന്നെ ഉഴുതുമറിച്ച ഒരു മണ്ണിലാണ് തമിഴ്നാട്. അവിടെ പോയി നമുക്ക് വർഗീയത പറയേണ്ട ആവശ്യം തിരികെ പിടിക്കാൻ കുറച്ചുകൂടി ഹിന്ദു സെന്റിമെന്റ്സിനെ ഏറ്റെടുക്കുന്ന പാർട്ടിയായിട്ട് മാറി നോക്കുകയാണ് CPM. അപ്പോഴും CPM ആലോചിക്കേണ്ട കാര്യമുണ്ട്, എന്തുകൊണ്ട് സ്വന്തം തട്ടകത്തിൽ നിന്ന് വോട്ടുകൾ ഒഴുകിപ്പോയി? അങ്ങനെ ഒഴുകിപ്പോകുന്നതിന് അടിസ്ഥാന കാരണം എന്താണ്? കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒഴുകിപ്പരക്കുന്ന മുസ്ലിം ഹെയ്റ്റാണ്. ആരാണ് ആ മുസ്ലിം ഹെയ്റ്റ് പ്രസരിപ്പിക്കുന്നവർ? അവരെ തടുക്കാൻ ഭരണാധികാരം കൊണ്ട് സർക്കാർ എന്ത് ചെയ്തു? ആ ചോദ്യം ഉണ്ടല്ലോ. തമിഴ്നാട്ടിലും ബംഗാളിലും നടക്കാത്ത കളി ഇവിടെ എന്തുകൊണ്ട് ഈ ഹെയ്റ്റ് മോങ്കേഴ്സ് നടത്തുന്നു? അവരാണ് ഈ വോട്ട് മുഴുവൻ ഭിന്നിപ്പിക്കുന്നവർ. അവരെ ഭരണാധികാരം കൊണ്ട് തടയാതിരുന്ന ഒരു ഭരണകൂടം സ്വാഭാവികമായും അനുഭവിക്കുന്ന കെടുതിയായിട്ട് ഇതിനെ കാണാൻ കഴിയും. ഞാൻ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.